പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്ന കുറേ കൂടെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇത് നോക്കാം. ഡിറ്റർമിനൻറ്റ് 0a - b -a 0 - c bc 0 = 0. ഡയറക്റ്റ് എക്സ്പാൻഷൻ അല്ല, യൂസിങ് പ്രോപ്പർട്ടീസ് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റെപ്പിലെങ്കിലും നമ്മളൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സോ LHSനെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് ഇവ തമ്മിൽ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും റോസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലോ ഒന്നും 0 വരാനുള്ള സാധ്യത. ഇവിടെ ഓൾറെഡി 3 zeros ഉണ്ട്, പക്ഷെ വ്യത്യസ്ത റോസിലാണ്. അല്ലാതെ ഒരു കോളത്തിലോ ഒരു റോയിലോ കിട്ടാൻ ഡയറക്റ്റ് അഡീഷൻ കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ വേറൊരു രീതി ഉപയോഗിക്കാം. ഒന്നാമത്തെ റോയിൽ 2 എലമെൻസിനെയും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിൻ്റെ വാല്യൂ C ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ തന്ന ചോദ്യം അല്ലെങ്കിൽ തന്ന ഡിറ്റർമിൻ്റ് മാറും. അത് മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ C കൊണ്ട് ഡിവിഷനും കൂടെ ചെയ്യും. അപ്പോൾ ഞാൻ 1/c പുറത്തെഴുതി C കൊണ്ട് ഫസ്റ്റ് റോയിനെ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 0ac - bc. ഇവിടെ ഇൻറ്റു ചെയ്ത ആ ഫലം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് 1/c ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ റോയിലുള്ള എലമെൻറ്റ്സ് എയും സിയും ആണ്. 0 അല്ലാതെ പിന്നെയുള്ളത് എയും സിയും ആണ്. അപ്പം ഞാൻ അതിനെ ബി കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോകുന്നു. സോ ഇവിടെ ചെയ്ത പോലെ ഇതിനെ ബി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ബി ടൈംസ് ആയിട്ട് മാറും ഡിറ്റർമിൻ്റ്. അങ്ങനെ മാറാൻ പാടില്ല. അപ്പം അത് മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? 1/b കൂടെ പുറത്തെഴുതുക. എന്നിട്ട് ബി കൊണ്ട് ഇൻറ്റു ചെയ്താൽ -ab 0 - bc എന്നാണ്. ഇനി അടുത്തത് ഇവിടെ ഇതിൽ a ചെയ്യണം ഈ റോയിൽ. സോ ലെറ്റ് us മൾട്ടിപ്ലൈ ദിസ് റോ ബൈ a. അത് ക്യാൻസൽ ആവാൻ പുറത്ത് 1/a കൂടി ഇട്ടു. ബാക്കിയുള്ളത് ab ac 0. അപ്പോൾ ഫസ്റ്റ് റോയിനെ C കൊണ്ട് ഇൻറ്റു ചെയ്തു, ആ ഫലം പോവാൻ പുറത്ത് 1/c ഇട്ടു. അതേപോലെ സെക്കൻഡ് റോയിൽ b, തേർഡ് റോയിൽ എയും വന്നു. ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ ഈ പുറത്ത് കിടക്കുന്നതിന് നമുക്ക് ഒന്നിച്ചാക്കാം, 1/abc എന്നാക്കി. ഇനി നോക്കാം, ഇതിൽ നമുക്ക് ഈ 2 എലമെൻറ്റ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 0 കൂടെ അവിടെ വരുത്താം. സോ ഞാൻ R2നെ ചേഞ്ച് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റൂൾ? R2 + R3. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ നമുക്കൊരു 0 കൂടെ കൊണ്ടുവരാം. അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി 0ac - bc. R2നെ ഇത് തമ്മിലുള്ള സമ്മാക്കാം. സോ ഇത് തമ്മിൽ കൂട്ടിയാൽ ഫസ്റ്റ് എലമെൻറ്റ് 0 കിട്ടും. ഇവിടെ 0 + ac തന്നെ കിട്ടും. ഇവിടെ -bc + 0 -bc കിട്ടും. പിന്നെ അടുത്തത് എന്താണ്? ab ac 0. അപ്പോൾ ഇവിടെ നോക്കുക, 2 റോസ് ഐഡൻറ്റിക്കലായി. ഈ റോയും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. 1/abc × 0 = 0. ആൻഡ് 0 ഈസ് അവർ RHS. LHS എന്ന് തുടങ്ങിയതുകൊണ്ട് RHSൽ അവസാനിപ്പിക്കുന്നു. ഇനി വേറൊരു പ്രോബ്ലം. ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് x + 4 2x. അടുത്ത റോ 2x x + 4 2x. then third 2x x + 4 = 5x + 4 × 4 - x (2). ഇത് തെളിയിക്കണം. സോ ഹിയർ ഓൾസോ LHSൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യത്തിൽ RHSും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിലത്തെ ടേംസ് വരുത്തലാണ് നമ്മുടെ എയിം. അപ്പം അത് വരാൻ എന്താ മാർഗം എന്ന് കൂടെ ആലോചിക്കാം. ഇനി ഇവിടെ ഈ 3 കോളംസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കുക. എന്താ കിട്ടുക? x + 4 + 2x + 2x. അതാണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് ക്ലിയർലി 5x + 4. അതിനനുസരിച്ച് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും 5x + 4 വരും. ഇത് 3 കൂടെ ആഡ് ചെയ്താൽ ഇവിടെയും 5x + 4 വരും. അപ്പോൾ ഒരു കോളത്തിൽ ഫുള്ള് 5x + 4 കോമൺ ആയിട്ട് കിട്ടും. അത് പുറത്തെടുത്താൽ നമുക്ക് ആൻസറിൽ ആ ടേമിനെ അങ്ങനെ കൊണ്ടുവരാം. ഇനി ഇതിന് പകരം റോസ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കൂ, അപ്പോഴും കിട്ടും. ഫസ്റ്റ് റോ R1 + R2 + R3 എടുത്താൽ ഇവിടെ 5x + 4 വരും. ഇത് 3 കൂടി കൂട്ടിയാൽ ഇവിടെ 5x + 4 കിട്ടും. ഇവിടെയും കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് 2 രീതിയിൽ തുടങ്ങാം. ഒന്നുകിൽ C1 ചേഞ്ചസ് ടു C1 + C2 + C3 എടുക്കാം. അല്ലെങ്കിലോ R1 ചേഞ്ചസ് ടു R1 + R2 + R3. ഈ പറഞ്ഞ 2 മെത്തേഡിലും ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു മെത്തേഡ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്യുന്നു.
R1 changes to R1 plus R2 plus R3 എന്ന് എടുത്തു. അപ്പം അതനുസരിച്ച് വാട്ട് ഈസ് ദ ന്യൂ R1? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 5x plus 4 വരും. ഇവിടെ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 5x plus 4. ഇവിടെയും ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 5x plus 4 ഉണ്ട്. സോ R1ലുള്ള ചേഞ്ച് നമ്മൾ വരുത്തി. ഇനി അടുത്ത രണ്ടെണ്ണം നമുക്ക് അതേപോലെ എഴുതാം. തേർഡ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് റോയിൽ 5x plus 4 കോമൺ ഫാക്ടർ ആയി. സോ ബൈ അവർ റൂൾ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. 4x plus 4 പുറത്ത്. ബാക്കി എന്താ ഉള്ളത്? 1 1 1 ആയി. പിന്നെ ഉള്ളതെല്ലാം അതേപോലെ 2x x plus 4 2x 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 x plus 4. അപ്പോൾ ആൻസറിലുള്ള 5x plus 4നെ നമ്മൾ കൊണ്ടുവന്നു. ഇനി ഇതിൽ നിന്നാണ് 4 minus x whole square വരുത്തേണ്ടത്. അപ്പം അതെങ്ങനെ വരുത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റോയിൽ ഫുള്ള് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു 1നെ അവിടെ നിർത്തി ഈ 2 1s 0 ആക്കാമല്ലോ. അപ്പോൾ ഈ 1 0 ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോളം ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ കോളം ചേഞ്ച് ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കുന്ന റൂൾ ഇതാണ്. C2 changes to C2 minus C1. അപ്പോൾ 1 minus 1 ഇവിടെ 0 വന്നോളൂ. എന്നാൽ അതേപോലെ C3നെ ചേഞ്ച് ചെയ്തൂടെ? സോ C3 changes to C3 minus C1 തന്നെ കൊടുത്തു. ഈ രണ്ട് റൂൾസും അപ്ലൈ ചെയ്താൽ 5x plus 4 into ഡിറ്റർമിനന്റ് ഫസ്റ്റ് കോളം മാറ്റില്ല, അത് അതേപോലെ എഴുതി. സെക്കൻഡ് കോളം എന്താ വരിക? 1 minus 1 0 x plus 4 minus 2x. അപ്പം എന്താ കിട്ടുക? 4 minus x കിട്ടും. then 2x minus 2x 0 കിട്ടും. ഇനി അടുത്തത് C3 minus C1 0 കിട്ടും. 2x minus 2x 0 കിട്ടും. x plus 4 minus 2x that is 4 minus x. ഈ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പാണ് ഇത്. ഇനി നമുക്ക് എന്തേ വേണ്ടു? ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പം എന്താ കിട്ടുക? 5x plus 4 into 1 into ഡിറ്റർമിനന്റ് 4 minus x 0 0 4 minus x. ഇത്രയാണ് ബാക്കിയുള്ളത്. Now expanding that determinant 5x plus 4 into കിട്ടും 4 minus x into 4 minus x that is 4 minus x whole square minus 0 എന്നാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് എഴുതണമെന്നില്ല. അപ്പം നോക്കാം, നമുക്ക് തന്ന RHS എത്തിയില്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു RHS. അടുത്ത ചോദ്യം പ്രൂവ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് a minus b minus c 2a 2a 2b b minus c minus a 2b 2c 2c c minus a minus b equal to a plus b plus c whole cube. അപ്പോൾ ഈ ഹോൾ ക്യൂബ് ഒന്നും നമുക്ക് എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് ഹോൾ സ്ക്വയറിലൂടെ വേണമെങ്കിൽ ഹോൾ ക്യൂബിലേക്ക് കടക്കാമെന്നല്ലാണ്ട് അതിൻ്റെ ഡയറക്റ്റ് എക്സ്പാൻഷനൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആൻസറിൽ ഇങ്ങനെ ഒരു ടേം കാണുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? a plus b plus c എന്നുള്ള ടേം ഇതിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് വന്നാൽ ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ എളുപ്പമാണ്. അപ്പം അത് നോക്കിക്കൊണ്ട് വേണം ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. a plus b plus c എന്നുള്ള ടേം കിട്ടാൻ എന്ത് വേണം നോക്കുക. ഇനി നമ്മൾ കോളം വൈസ് ആഡ് ചെയ്തെന്നിരിക്കുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തു, കിട്ടുമോ? a plus b plus c കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്തത് നമുക്ക് റോ വൈസ് ആഡ് ചെയ്ത് നോക്കാം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കൂ. മൈനസ് ബി പ്ലസ് 2b വരുമ്പോൾ പ്ലസ് ബി വരും. മൈനസ് സി പ്ലസ് 2c വരുമ്പോൾ പ്ലസ് സി വരും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ a plus b plus c വരുന്നുണ്ട്. ഇവിടെയോ? ഇവിടെ വരും നോക്കൂ. 2aയും മൈനസ് എയും പ്ലസ് എ വരുന്നില്ലേ? ബി ഓൾറെഡി ഉണ്ട്. മൈനസ് സിയും പ്ലസ് 2cയും അപ്പോൾ പ്ലസ് സി കിട്ടും. അപ്പോൾ ഇവിടെയും a plus b plus c വരും. അതുപോലെ ഇവിടെയും കിട്ടും. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് റൂള് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. സോ ഹിയർ ദ റൂൾ ഈസ് R1 changes to R1 plus R2 plus R3. ഈ മൂന്ന് എലമെന്റ്സ് തമ്മിൽ ചേരണമെങ്കിൽ നമ്മൾ റോസിനെ തമ്മിലാണ് ചേർക്കേണ്ടത്. അപ്പം അതിവിടെ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് എന്ത് കിട്ടും? a plus b plus c കിട്ടും. a minus b minus c plus 2b plus 2c. ആ റിസൾട്ടാണ് a plus b plus c. അതുപോലെ ഇത്രയും കാര്യങ്ങൾ കൂട്ടി നോക്കുക. എന്താ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഓൾസോ a plus b plus c. ഇത് മൂന്നും കൂടെ കൂട്ടിയാലും a plus b plus c കിട്ടും. അപ്പം നമ്മുടെ എയിം നടന്നു. നമുക്ക് 3 എണ്ണം വേണം, പക്ഷെ ഒരെണ്ണം ഇവിടുന്ന് കിട്ടുമല്ലോ. ബാക്കിയെല്ലാം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കാം. ഇനി അടുത്ത 2 റോസ് അതേപോലെ എഴുതുന്നു.
Then next is 2c, 2c, c minus a minus b. Now clear ആണ്, we can take a plus b plus c outside. അതെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ 1 1 1 ആയി, സെക്കൻഡ് 2b, b minus c minus a, 2b, then 2c, 2c, c minus a minus c. ഇത്രയാണ് ഇനി ബാക്കിയുള്ളത്. ഇനി നമ്മുടെ സാധാരണ മെത്തേഡിലേക്ക് വന്നു. ഒരു റോ ഫുള്ള് 1 കിട്ടി, അപ്പോൾ ഒരു 1 അവിടെ വെച്ച് ഈ രണ്ട് 1കളെ 0 ആക്കണം. ഈ 1 0 ആണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് c2. അതുപോലെ ഈ 1 0 ആണെങ്കിലോ c3നെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അടുത്ത റൂള് എന്താ കൊടുക്കേണ്ടത്? നമ്മൾ വി ഹാവ് ടു ഗീവ് c2 ചേഞ്ചസ് ടു c2 മൈനസ് c1, c3 ചേഞ്ചസ് ടു c3 മൈനസ് c1. ഇവിടെ 0 വരണം, ഇവിടെ 0 വരണം. രണ്ടും c1 ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോറി, ഞാനത് മായ്ച്ചു പോയി, ഒന്നും കൂടെ എഴുതാം. 1 1 1, പിന്നെന്തായിട്ടാ 2b, b മൈനസ് c മൈനസ് a, 2b, 2c, 2c, c മൈനസ് a മൈനസ് b. ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഈ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് നോക്കാം. a പ്ലസ് ബി പ്ലസ് സി പുറത്തുള്ളത് അങ്ങനെ തന്നെ എഴുതി. ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് കോളം മാറ്റില്ല. സോ 1 2b 2c അങ്ങനെ തന്നെ എഴുതി. c2ന് ഈ എഴുതിയ റൂൾ കൊടുക്കാം. സോ c2 മൈനസ് c1 ഇവിടെ 0 വരും. b മൈനസ് c മൈനസ് a മൈനസ് 2b, b മൈനസ് 2b. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? മൈനസ് b മൈനസ് c മൈനസ് a ആവും. അടുത്തത് 2c മൈനസ് 2c 0 കിട്ടും. ഇനി c3 അതുപോലെ നോക്കാം. 1 മൈനസ് 1 0, 2b മൈനസ് 2b 0. ഇവിടെ c മൈനസ് a മൈനസ് b മൈനസ് 2c. അപ്പോൾ പ്ലസ് സിയും മൈനസ് 2cയും ചേർന്നാൽ മൈനസ് സി ആയി. മൈനസ് സി മൈനസ് എ മൈനസ് ബി. ഇത്രയാണ് ഇനി ബാക്കിയുള്ളത്. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എന്താണ്? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു മൈനസ് പുറത്തെടുക്കാമല്ലോ. ഇതാണ് എഴുതേണ്ടത്. സോ മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതാം. ഈ ടേമിന് പകരം 0 0, ഇവിടെയും മൈനസ് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എ പ്ലസ് ബി പ്ലസ് സി. പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഓർഡറിൽ എഴുതിയാലും അവിടെ കുഴപ്പമില്ല. ഞാൻ ഈ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. സോ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു കിട്ടും, മൈനസും മൈനസും ചേർന്നാൽ പ്ലസ് ആയി, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ. മൈനസ് 0 ആയതുകൊണ്ട് എഴുതുന്നില്ല, വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാം. Now combining these two we will get a plus b plus c whole cube and that is our RHS. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരെണ്ണമാണ്. നമുക്ക് ഇതേപോലെ ഒരെണ്ണം കൂടെ ആ പാറ്റേണിൽ നമുക്ക് ചെയ്യാം. So next is we have to prove that determinant 1x x square x square 1x x square 1 equal to 1 minus x cube whole square. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഉള്ളിലുള്ളത് 1 മൈനസ് എക്സ് ക്യൂബാണ്. 1 മൈനസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള ഫോമിലാണ് ഈ ഉള്ളിലുള്ള ഭാഗം. അപ്പം ഇതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞാലേ അതുപോലത്തെ ടേംസിനെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്, എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അപ്പോൾ ഇതേപോലെ 1 മൈനസ് എക്സ് ക്യൂബ്, 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബാണ്. 1 ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു എക്സ്, അതായത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാലേ ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നോക്കാം, നമുക്ക് ആവശ്യമുള്ള ടേംസ് കൊണ്ടുവരാൻ എന്താ വേണ്ടേ? നമുക്ക് 1 മൈനസ് എക്സ് ക്യൂബിൻ്റെ സ്ക്വയർ ആണ്. 1 മൈനസ് എക്സ് ക്യൂബിൽ തന്നെ ഈ ടേമും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ടേംസ് ഉണ്ടാക്കാൻ എന്താ മാർഗം നോക്കാം. അതിവിടെ ക്ലിയർ ആണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടാക്കിക്കൂടെ? ഇവിടെ റോസ് തമ്മിൽ ആഡ് ചെയ്താലും ഉണ്ടാക്കാം, കോളംസ് തമ്മിൽ ആഡ് ചെയ്താലും ആ പ്രോബ്ലം, അല്ലെങ്കിൽ ആ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ടേമിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ നമ്മൾ റോ വൈസ് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ കോളം ഉപയോഗിച്ച് ചെയ്യാം. സോ അപ്ലൈങ് ദ റൂൾ C1 ചേഞ്ചസ് ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഫസ്റ്റ്. നോ C1ലെ സെക്കൻഡ് ടേം എന്താ? ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ്.
ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ ടേം എന്താ കിട്ടുക? ഫസ്റ്റ് കോളത്തിലെ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇത് മൂന്ന് സെയിം ആണ്. അപ്പോൾ ആ എക്സ്പാൻഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സിൽ ഒരു ടേമാണ് നമുക്ക് കിട്ടിയത്. അടുത്ത രണ്ട് കോളം നമുക്ക് മുന്നേ ഉള്ള പോലെ തന്നെ എഴുതാം. ഈ റൂൾ അപ്ലൈ ചെയ്തു. ഇനി ക്ലിയർ ആണ്. വി ക്യാൻ ടേക്ക് ദിസ് ടേം ഔട്ട്സൈഡ്. സോ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ പുറത്തെടുക്കുന്നു. പിന്നെ ഫസ്റ്റ് കോളത്തിൽ എന്താ ഉണ്ടാവുക? 1 1 1. സെക്കൻഡ് കോളം x1 x സ്ക്വയർ, തേർഡ് എക്സ് സ്ക്വയർ എക്സ് 1. സാധാരണ ചെയ്യുന്ന പോലെ. ഇനി എന്ത് വേണം? ഫസ്റ്റ് കോളത്തിലാണ് വണ്ണുകൾ ഉള്ളത്. ഇതിലൊരു 1 നിർത്തുക. ഈ 1ഉം ഈ 1ഉം പ്ലേസ് 0 ആവണം. അപ്പോൾ ഈ 1 0 ആണെങ്കിൽ R2 ചേഞ്ച് ചെയ്യണം. ഇത് 0 ആണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് R3. അപ്പോൾ അടുത്ത റൂൾ എന്തായിരിക്കും? അടുത്ത റൂൾ നമ്മൾ കൊടുക്കേണ്ടത് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. അപ്പോൾ 1 മൈനസ് 1 0 വരും. അതുപോലെ ബാക്കിയുള്ളത് മൈനസ് ചെയ്താൽ മതി. സെയിം മെത്തേഡിൽ R3 മാറ്റുക. R3 മൈനസ് R1 കൊടുക്കുക. നോക്കാം നമുക്ക് എന്താ കിട്ടാന്ന്. 1 പ്ലസ് എക്സ് സ്ക്വയർ ഓൾറെഡി പുറത്തുണ്ട്. ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ 1 എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് റോ 1 മൈനസ് 1 0, 1 മൈനസ് എക്സ്, ദെൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ മൂന്നാമത്തത് R3 മൈനസ് R1 0, എക്സ് സ്ക്വയർ മൈനസ് എക്സ്, 1 മൈനസ് എക്സ് സ്ക്വയർ. ഇത്രയാണ് അവിടെ കിട്ടുന്നത്. Now let us expand this determinant using the first column. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 1 മൈനസ് എക്സ്. ഇനി ഇതാണ് എഴുതേണ്ടത്. പക്ഷെ അതിലൊരു കോമൺ ഉണ്ടല്ലോ എക്സ്, അത് പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് മാറ്റി എഴുതി. അതേപോലെ ഇവിടെയും ഒരു കോമൺ ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതി. ഇവിടെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ആക്കാം. എങ്ങനെ? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. ഈ ഡിറ്റർമിനൻ്റ് ആണ് എഴുതിയത്. എഴുതുമ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കോമൺ ഫാക്ടർ ഉള്ളതെന്ന് അത് പുറത്തെടുത്തു, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അതും ചെയ്തു. ഇത്രയാണ് ഇനിയുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. ഇനി റോയിലോ കോളത്തിലോ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഈ റോയിൽ 1 മൈനസ് എക്സ് കോമൺ അല്ലേ? സോ ലെറ്റ് us take 1 മൈനസ് എക്സ് ഫ്രം ദ ഫസ്റ്റ് റോ. അതുപോലെ സെക്കൻഡ് റോയിൽ നിന്ന് എന്തെടുക്കാം? അവിടുന്ന് ഒരു 1 മൈനസ് എക്സിനെ എടുക്കാം. എക്സ് മൈനസ് 1 ആണെങ്കിലും 1 മൈനസ് എക്സ് ആണെങ്കിലും നമുക്കിവിടെ 1 മൈനസ് എക്സ് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1 മൈനസ് എക്സും കൂടെ നമുക്ക് പുറത്തെടുക്കാം ഫ്രം ദ സെക്കൻഡ് റോ. ബാക്കി എന്താ കിട്ടുക? ഫസ്റ്റ് റോയിൽ നിന്ന് 1 മൈനസ് എക്സ് പോന്നാൽ 1ഉം എക്സും. ഇതിൽ നിന്ന് നമ്മൾ എടുത്തത് 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? മൈനസ് എക്സ്. ഇവിടുന്ന് 1 മൈനസ് എക്സ് പോന്നാൽ ബാക്കിയുള്ളത് 1 പ്ലസ് എക്സ്. ഇനി നമുക്ക് ഇതിനെ ബാക്കിയുള്ളതിനെ ഒന്ന് എഴുതി നോക്കാം. 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു എഗെയിൻ ഒരു 1 മൈനസ് എക്സും കൂടി ഉണ്ട് ഇൻറ്റു ബാക്കിയുള്ളത് ഇതാണ്. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതാൽ 1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഈസ് 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആയി. അതായത് അത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ നോക്കൂ, 1 പ്ലസ് എക്സ് സ്ക്വയർ 2 എണ്ണം കിട്ടി, 1 മൈനസ് എക്സ് 2 എണ്ണം കിട്ടി. എന്നാൽ പിന്നെ അതിനെ ആൻസറിലേക്ക് കണക്ട് ചെയ്തൂടെ? എങ്ങനെ എഴുതാം നമുക്ക്? 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയറിലേക്ക് കൂടെ രണ്ടും രണ്ട് വീതമുണ്ട്. Now this is the expansion of 1 minus x cube. So it is 1 minus x cube whole square, and that is our RHS. Okay. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്നാണ് ആൻസർ വേണ്ടത്. അപ്പോൾ 1 മൈനസ് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയറിന് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ അറിയണം. ആ ഫാക്ടേഴ്സിലുള്ള ടേംസിനെയാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആൻസറിലേക്ക് വന്നത്. അപ്പോൾ അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ.